രാവിലെ ഞാനും അനിയത്തിയും കുഞ്ഞൂസും കൂടെ ഒന്ന് പുറത്ത് പോകണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൊണ്ട് വേറൊരു കടയിൽ കൊണ്ട് വെച്ചിട്ട് വന്നു. അന്ന് രാത്രിയാണ് പോയിട്ട് വന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ വന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പോകുന്ന പോക്കാണ് എല്ലാവരും കൂടി. ഞാൻ തന്നെയാണ് കേട്ടോ കടയിൽ കൊണ്ടുവച്ചത്. എനിക്ക് പൊതുവായിട്ട് മറവി കൂടുതലാണ്. അതിലെ സാധനങ്ങളൊന്നും തന്നെ പാഴ്ത്തു പോകുന്നതല്ല. പക്ഷേ ഒരു പാക്കറ്റ് മഷ്റൂം ഉണ്ട്. അതിൻ്റെ കാര്യം ഇനി എന്താണാവോ എന്തോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മഷ്റൂം. അതെപ്പോഴും കിട്ടാറുമില്ല. പിന്നെ കിട്ടുന്ന സമയത്ത് ഞാനത് മേടിക്കാറുമുണ്ട്. അങ്ങനെ കൊതി നോക്കി മേടിച്ചതാണ്. അതിൻ്റെ കാര്യം ഇങ്ങനെയുമായി. കടയിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. എന്തായാലും കൊണ്ടുവന്നുകൊണ്ടേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഇത് ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ചെറിയ ഒരു കളർ വ്യത്യാസം തോന്നി. വലിയ കളറല്ല, നല്ല വൈറ്റ് കളറിലും അല്ലല്ലോ ഇരിക്കുന്നത്. എങ്കിലും ഒരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ്. പക്ഷേ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അതങ്ങ് കളഞ്ഞു. മനസ്സോടെയാണ് കളഞ്ഞത്. പിന്നെ മോളെ കുളിപ്പിച്ചു. കുളിപ്പിച്ചിട്ട് രാസ്നാദി, ജലദോഷമൊക്കെ അങ്ങോട്ട് മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് രാസ്നാദിയൊക്കെ ഇട്ട് തിരുമിയപ്പോഴത്തേക്ക് അത് മൊത്തം എൻ്റെ ദേഹത്തങ്ങ് തട്ടി. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി മോൾക്ക് കുറച്ച് പൂവൊക്കെ വെച്ച് കൊടുത്തു. പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തലയിൽ വെച്ച് ചുമ്മാ വീട്ടിൽ നിൽക്കാനാട്ടോ ഈ ആഡംബരങ്ങളൊക്കെ. ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ ഒരുവിധം കറികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെഴുക്കുരട്ടി മീൻ വറുത്തതും മതിയായിരുന്നു. രാവിലെ കുളിപ്പിച്ച് വൃത്തിയാക്കി അങ്ങ് നിർത്തിയാൽ പകുതി ജോലി ഒഴിഞ്ഞ പോലെയാണ്. പിന്നെ മനസ്സമാധാനമായിട്ട് അടുക്കളയിൽ നിൽക്കാമല്ലോ. മെഴുക്കുവരട്ടിക്കുള്ള കോവയ്ക്കയും അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് അടുപ്പിലോട്ടിട്ട് അങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. കറിക്കൊക്കെ അരിഞ്ഞെടുക്കാനാണല്ലോ താമസം. അതെല്ലാം അരിഞ്ഞ് കിട്ടിയാൽ പിന്നെ കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. കോവയ്ക്ക മെഴുക്കുവരട്ടിൻ്റെ മോളുടെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഞാനിത് വെക്കുമ്പോൾ മുതൽ അത് തീരുന്നത് വരെ വന്ന് ചട്ടിയിൽ കൈയിട്ട് വാരി കഴിച്ചുകൊണ്ടേയിരിക്കും. കോവയ്ക്ക മെഴുക്കുവരട്ടിയും ചോറും മാത്രം കൊടുത്താൽ മതി, ആശാട്ടിക്ക് കഴിച്ചോളും. അതൊരടുപ്പിൽ റെഡിയാകുന്ന സമയത്തേക്ക് മറ്റേ അടുപ്പിലേക്ക് കുറച്ച് മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോറും ചക്കയും നല്ല വങ്കട മീൻ കറിയായിരുന്നു. തേങ്ങാപ്പാലൊഴിച്ച് വെച്ചതാണ്. അതും മീൻ ഫ്രൈയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ കുറച്ച് രസവും കൂടെ ഒഴിച്ച് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു. മീനിൻ്റെ തല എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. തല ഉണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് തല എടുത്തിരിക്കും. അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ചിട്ട് വേറൊരു വലിയ പണി എനിക്കുണ്ട്. അടപ്പായസം വെപ്പ്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു അടപ്രഥമൻ വെച്ച് കുടിക്കാനൊരു മോഹം. അങ്ങനെ എന്തായാലും ഇന്നതങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഒരു പാക്കറ്റ് അടയാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് തന്നെ ധാരാളം വരും. 2 ദിവസത്തേക്ക് എന്തായാലും വെച്ച് ചൂടാക്കി കഴിക്കാൻ വേണ്ടി കേട്ടു. എനിക്ക് പായസം വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് എടുത്ത് കഴിക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അത്രയും കഷ്ടപ്പെട്ടാണല്ലോ പായസം വെക്കുന്നത്. തേങ്ങാപ്പാലെടുത്ത് അത് പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് എടുത്താണ് പായസം ഉണ്ടാക്കുന്നത്. അന്നത്തെ ദിവസം അധികമൊന്നും കുടിക്കാനും പറ്റത്തില്ലല്ലോ. കാരണം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം മൂക്കിലടിച്ച് പിന്നെ കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറഞ്ഞ പോലെ അങ്ങ് തോന്നുമല്ലോ. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റത്തില്ല. അന്നങ്ങ് തീരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം കഴിക്കാനുള്ളൊരു ത്വര മനസ്സിൽ എന്തായാലും തോന്നും. അപ്പോൾ കുടിക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു നിരാശ. ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് കുടിക്കാൻ കിട്ടിയില്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് കിട്ടി കുറച്ച് ഞാൻ എന്തായാലും ഫ്രിഡ്ജിലോട്ട് വെച്ച് പിറ്റേ ദിവസത്തേക്ക് കരുതി വെച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കാറുള്ളൂ. ഇതാരെയും കാര്യത്തിൽ ബാധകമല്ല കേട്ടോ. എനിക്ക് പായസം അത്ര ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ മാത്രം ബാധകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ആൾക്കാരും വിശേഷങ്ങൾക്കാണല്ലോ പായസമൊക്കെ വീടുകളിൽ വെക്കാറുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പായസം വെക്കാറുണ്ട്. എല്ലാത്തരം പായസം വെക്കാറുണ്ട്. പ്രധാനമായിട്ടും അടപ്രഥമൻ, സേമിയ, കടല, ഇതാണ് മെയിനായിട്ട് വെക്കുന്നത്. ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. ഒരു കവർ അടയ്ക്ക് 2 തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. 2 അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ എടുക്കുന്നു. അപ്പോൾ അത്രയും പാലുണ്ടെങ്കിലാണ് ടേസ്റ്റ് വരുന്നത്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങ അത്യാവശ്യം വലിപ്പമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പൂളി കൊടുക്കാൻ പറഞ്ഞതാണ്. ഇത് ഈ ഒരു സൈസ് അല്ല കേട്ടോ, ഇതിനെക്കാട്ടിലും വലിപ്പം വയ്ക്കും. ഇത് അത്യാവശ്യം വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല പുളിപ്പുള്ള മാങ്ങയാണിത്. അങ്ങനെ അടപ്രഥമനുള്ള അട വേവിച്ച് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അത് അരിച്ച് എടുക്കണം, കാരണം കല്ല് കാണുമല്ലോ ശർക്കരയിൽ. പിന്നെ കുറച്ച് സേമിയല്ല, ചവ്വരി, അത് ഞാൻ ഒരു പാക്കറ്റ് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അല്ലാതെ എക്സ്ട്രാ വേവിച്ചൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ശർക്കര പാനിയിൽ നമ്മൾ അടയും ഇട്ട് വേവിച്ചൂറ്റി വെച്ചിരുന്ന അടയും അതുപോലെ ചവ്വരിയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് വരട്ടിയെടുക്കുവാണേ. അത് ശർക്കരപ്പാനി നന്നായിട്ട് വരണ്ട് വരണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്.
ഞാൻ നെയ്യ് ലാസ്റ്റ് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഈ ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കുന്ന സമയത്ത് നെയ്യ് ഉപയോഗിക്കുന്നില്ല. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാവും. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വരണ്ട് വരുമ്പോഴത്തേക്കാണ് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അത്ര ടേസ്റ്റ് അങ്ങോട്ട് വരത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇത് പലതരത്തിലും പരീക്ഷിച്ച് ഇതിൻ്റെ ടേസ്റ്റുകൾ പല രീതിയിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റായിട്ട് പറയുന്നത്. അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കാണ് പിന്നെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ അത്യാവശ്യം നല്ല തിക്നെസ് വേണം കേട്ടോ. ഈ 2 തേങ്ങയുടെ പാലാണ് ഒരു കവർ അടയ്ക്ക് നമ്മളൊക്കെ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് പാകത്തിന് വരുന്നത്. പിന്നെ ഇതിനിടയിൽ പശുവും പാലൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് തേങ്ങാപ്പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഞാൻ തേങ്ങാപ്പാൽ മാത്രമാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് അതിൻ്റെ അളവ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിലർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഓഫ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഇതുപോലെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ച് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മാത്രമാണ് നിർത്തുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് ചേർക്കേണ്ട സ്ഥാനം ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം മുന്തിരിങ്ങ എനിക്ക് ഇഷ്ടമല്ല, പിന്നെ തേങ്ങാക്കൊത്തും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അത് രണ്ടും ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം അതാകുമ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്യും, എനിക്കിഷ്ടമാണ്. നമ്മളെന്തെങ്കിലും വിശേഷത്തിനൊക്കെ ഇങ്ങനെ പായസമൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം നോക്കി വെക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം ചേർക്കണമല്ലോ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും തേങ്ങാക്കൊത്ത് ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കണമല്ലോ. പക്ഷേ ഇങ്ങനെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കിയാൽ മതിയല്ലോ. അടപ്രഥമൻ ഉണ്ടെങ്കിൽ പിന്നെ പപ്പടവും പഴവും മസ്റ്റായിട്ട് വേണമല്ലോ. അങ്ങനെ 2 പപ്പടവും കാച്ചി പഴവും എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ച് മക്കളെ. വിപ്പ് പറയുമ്പോഴും എൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. അത്ര എനിക്കിഷ്ടമാണ്, അത്ര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെ ഡെലീഷ്യസ് ആയിരുന്നു. എന്തായാലും വെച്ച് തീർന്നപ്പോൾ സന്ധ്യയായി കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയത്, അങ്ങനെ ഈ കറണ്ട് പോയത് കാരണമാണ് ലേറ്റ് ആവാൻ കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയില്ലായി, അതുമാണ് ഇത്രയും ലാഗായത്. എന്തായാലും കഷ്ടപ്പെട്ട് വെച്ച് അത് കഴിച്ചപ്പോഴുണ്ടൊരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും അവിടെ ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.